6:30 18-ാം പടിയിലൂടെ തിരുവാഭരണവുമായി സംഘം തിരിച്ചെത്തുകയും കാത്തിരിക്കുന്ന ദീപാരാധന, തിരുവാഭരണഭൂഷിതനായ മണികണ്ഠ വിഗ്രഹം, അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ആ ഒരു ദർശനം, അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചും ഈ ശബരിമലയിലെ ദർശനം അവർക്ക് അവരുടെ ജന്മത്തിൽ ഒരിക്കൽ മാത്രം ആ ഭംഗിയോടെ ആസ്വദിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് പലരും കാണുന്നത്. കാരണം മാസങ്ങളോളം കാത്തിരുന്ന്, ദിവസങ്ങളോളം കാത്തുകെട്ടിക്കിടന്ന്, മണിക്കൂറുകൾ വരി നിന്ന് അവർ ഒരു നിമിഷത്തിൻ്റെ ഒരു നിമിഷാർത്ഥം മാത്രമായിരിക്കും അവർക്ക് ചിലപ്പോൾ ഈ വിഗ്രഹത്തിൻ്റെ ദർശനം കിട്ടുക. ആ ഒരു വിഗ്രഹത്തിൻ്റെ തന്നെ പല തരത്തിലുള്ള ഭാവങ്ങളുണ്ട്. നെയ്യഭിഷേകത്തിൻ്റെ സമയത്തുള്ള ദർശനം, അതുപോലെ കളഭാഭിഷേകത്തിൻ്റെ സമയത്തുള്ള മറ്റൊരു ദർശനത്തിൻ്റെ രൂപം, അതുപോലെ പുഷ്പാലങ്കൃതനായിട്ടുള്ള അയ്യപ്പ രൂപം, ഇതിനൊക്കെ അപ്പുറത്താണ് തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള വിഗ്രഹത്തിൻ്റെ ആ ഒരു ദർശനം. അത് വിശ്വാസികളെ സംബന്ധിച്ച് അതീവ വൈശിഷ്ട്യമേറിയതാണ്. തങ്കഅങ്കി ചാർത്തിയുള്ള അയ്യപ്പൻ്റെ ദർശനം അത് മണ്ഡലപൂജയുടെ സമയത്തായിരുന്നുവെങ്കിൽ ഇനി തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള അയ്യപ്പനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വൈകുന്നേരങ്ങളിൽ കാണാനാവുക. വിശ്വാസികളെ സംബന്ധിച്ച് ഈ ഒരു കാഴ്ച അവരുടെ ജീവിതത്തിൽ തന്നെ മറക്കാനാകാത്ത, ഒന്ന് കണ്ണടച്ചാൽ അയ്യപ്പ വിഗ്രഹം മനസ്സിൽ തെളിയുന്ന പോലെ ഓരോ വിശ്വാസികൾക്കും ആ രൂപം മനസ്സിൽ പതിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരു ദർശനം കൊണ്ട് മാറും എന്ന ആ പ്രതീക്ഷ, ആ സങ്കല്പം, അതാണ് ഇതിനെല്ലാം തന്നെ ഏത് ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ച് സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം മറന്ന് ഈ ഒരു വ്രതമനുഷ്ഠിച്ച് കഠിനവ്രതത്തിൽ സകല കഷ്ടതകളും അനുഭവിച്ച് സകല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ഇവിടെ തുടർന്ന് ഈ അയ്യപ്പ വിഗ്രഹം കണ്ട് മകരവിളക്ക് കണ്ട് മടങ്ങുമ്പോൾ ഓരോ വിശ്വാസിയും മനസ്സിൽ ഉരുവിടുന്നത് ഈ ഒരു ദർശനത്തിൻ്റെ പുണ്യം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഇനി എപ്പോഴും തുണയാകുമെന്ന് തന്നെയാണ്. അതെ, ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ സംഘം മാലയണിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. വടക്കേ നടവഴി അവർ പുറത്തേക്ക് പോവുകയാണ്. അവർ അല്പസമയത്തിനകം തന്നെ ശരംകുത്തിയിൽ എത്തിച്ചേരും. ശരംകുത്തിയിൽ എത്തിച്ചേരുന്ന സംഘം അവിടെ വെച്ച് ഈ ഒരു പന്തളം കുടുംബത്തിൻ്റെ, അല്ലെങ്കിൽ അവർ പന്തളം രാജകുമാരനായിട്ടുള്ള തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങി അവരിതാ മടങ്ങി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ദേവസ്വത്തിൻ്റെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ, മറ്റ് വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ, ഇവരെല്ലാം തന്നെ ഈ ഒരു സംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവരിതാ ADM-ഉം എക്സിക്യൂട്ടീവ് ഓഫീസറും തുടങ്ങി പോലീസിൻ്റെ പ്രതിനിധികൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലെയും പ്രതിനിധികൾ ഈ ഒരു തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങാൻ യാത്രയാവുകയാണ്. അവരുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാലയാണ് 18-ാം പടി കയറാൻ, അതായത് ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി കയറാനുള്ള അവരുടെ അവകാശം, അല്ലെങ്കിൽ അവർക്കുള്ള അനുവാദം. ഈ മാലയണിഞ്ഞാൽ അവർക്ക് തന്ത്രിയുടെയും മേൽശാന്തിയുടെയും അനുഗ്രഹത്താൽ നൽകിയിരിക്കുന്ന ഈ മാലയണിഞ്ഞാൽ അവർക്ക് തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങി 18-ാം പടി ഇരുമുടിക്കെട്ടില്ലാതെ കയറാം. അതാണ് ഈ മാലയുടെ വിശ്വാസം, അതിൻ്റെ സങ്കല്പം. എന്നാണെങ്കിലും ഇനി ഏതാനും നിമിഷം മാത്രമാണ്, ഏതാനും ഒരു മണിക്കൂർ പോലും തികച്ചുണ്ടെന്ന് പറയാനാകില്ല, അല്ലേ ശ്രീത്ത്? തീർച്ചയായും കാത്തിരിപ്പിന് വിരാമമാകുകയാണ് അനുമോദ്. എന്തായാലും തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാൻ ഒരു സംഘം ഉദ്യോഗസ്ഥരെന്ന് പറയാം. പക്ഷേ ശബരിമലയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇവിടുത്തെ ഭാഷയിൽ അത് അവരാരും ഉദ്യോഗസ്ഥരെന്നുള്ളതല്ല, എല്ലാ അയ്യപ്പന്മാരാണ്, പോലീസ് ഉൾപ്പെടെ അയ്യപ്പന്മാരാണ്. അങ്ങനെ അയ്യപ്പന്മാരുടെ ഒരു സംഘം തന്നെ ശരംകുത്തിയിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ കാഴ്ചയാണ് നമ്മൾ തൊട്ടു മുമ്പ് കണ്ടത്. ഇനി വളരെ വേഗത്തിൽ അവർ ശരംകുത്തിയിലേക്ക് എത്തിച്ചേരും. പോയപ്പോൾ കണ്ട കാഴ്ച ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വാദ്യമേളങ്ങളൊക്കെ കയ്യിലുണ്ട്, നാഗസ്വരവും അങ്ങനെ എല്ലാ മേളങ്ങളും കയ്യിലുണ്ട്. പക്ഷേ അതൊന്നും വായിച്ചുകൊണ്ടല്ല, ചെണ്ടമേളം മുഴക്കിക്കൊണ്ടല്ല ഇവിടുന്ന് സംഘം പോയത്. അവർ നിശബ്ദമായി പോവുകയാണ്. അങ്ങ് ശരംകുത്തിയിലെത്തിയ ശേഷം, തിരുവാഭരണ ഘോഷയാത്ര എത്തിയ ശേഷമായിരിക്കും മറ്റ് തീവട്ടിയും അങ്ങനെ എല്ലാ ക്ഷേത്ര ഒരു ഘോഷയാത്രയുടെ ഭാഗമായിട്ടുള്ള എല്ലാം ഉണ്ടാകും. അതെല്ലാമായി അവർ അവിടെ ഇതിനകം തന്നെ തിരുവാഭരണ ഘോഷയാത്ര എത്തിയാൽ അവരെ സ്വീകരിക്കും. എന്തായാലും ഈ ഉദ്യോഗസ്ഥ സംഘം ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ ഒരു ആരവം നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന വിളികളാണ് ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഈ സംഘം അങ്ങോട്ടേക്ക് പോകുന്ന അതിൻ്റെ ഒരു ആരവമാണ്. അതായത് അവർ കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ഈ സന്നിധാനം എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ ഭക്തരുടെ ഒരു വലിയ ആരവത്തിന് പിന്നിലും ഉള്ളത്. ഇപ്പോൾ ഏതാണ്ട് 5:20 ആയിരിക്കുന്നു. ഏതാണ്ട് 5:30 5:30 ഈ സംഘം അവിടെ എത്തിയാൽ
തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും. തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ ഏതാണ്ട് മരക്കൂട്ടത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മരക്കൂട്ടത്തിൽ നിന്ന് ഇനി വലിയൊരു കയറ്റമാണുള്ളത് ശരംകുത്തിയിലേക്ക്. ആ ശരംകുത്തിയിലേക്കുള്ള കയറ്റം ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഈ സംഘം എത്തിച്ചേരും. പന്തളത്ത് നിന്നുള്ള തിരുവാഭരണ വാഹക സംഘമാണ് ഉള്ളത്. മരുതവന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം വർഷങ്ങളായി തിരുവാഭരണ ഘോഷയാത്ര എടുക്കുന്ന സംഘം. ഇത്തവണ കുളത്തിനാലിൽ ഗംഗാധരൻ പിള്ള അല്ല ഈ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വിശ്രമത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ണികൃഷ്ണനായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ തവണയും ഇത് തിരുവാഭരണം എടുത്തിരുന്നത്. പക്ഷേ ഇത്തവണ ഈ പ്രധാനപ്പെട്ട 18-ാം പടി ചവിട്ടി കയറുന്ന ആ ഒരു പെട്ടിയെടുക്കുക മരുതവന ശിവൻകുട്ടിയാണ്. അങ്ങനെ അവിടെ ഒരു പതുക്കെ ഒരു തലമുറ മാറ്റം ഉണ്ടാകുന്നു. എന്തായാലും വൈകാതെ വളരെ വേഗത്തിൽ ഈ തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് പിന്നീട് സന്നിധാനത്തിലേക്കുള്ള വലിയ ഘോഷയാത്രയാണ്. പന്തളത്തു നിന്നുള്ള യാത്ര തന്നെ വലിയൊരു ഘോഷയാത്രയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു ഘോഷയാത്രയെ അനുധാവനം ചെയ്തുകൊണ്ട് ഓടിയാണ് ഓരോ സ്ഥലത്തും ഓരോ ക്ഷേത്രത്തിൽ നിന്ന് അടുത്ത ക്ഷേത്രത്തേക്കുള്ള യാത്ര. അങ്ങനെയാണ് ഏതാണ്ട് ഒരു 2.5 ദിവസം കൊണ്ട് കാടും മേടും ഒക്കെ താണ്ടി ഈ ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് ലക്ഷ്യമാക്കി വരിക. വലിയ പോലീസ് അകമ്പടിയിലാണ് ഒക്കെയാണ് എത്തിച്ചേരുക. അങ്ങനെ ഇന്ന് രാവിലെ ലാഹ സത്രത്തിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര നിലയ്ക്കലും പിന്നിട്ട് അട്ടത്തോട് വഴി വീണ്ടും കാടിനുള്ളിലേക്ക് കയറി വലിയാനാട്ടം വഴി അങ്ങനെ പതുക്കെ വീണ്ടും ഈ കാനന പാതയിലേക്ക് കയറുകയായിരുന്നു. എന്തായാലും നമുക്കിവിടെ ദൃശ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സന്നിധാനമാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് ദേവസ്വം മന്ത്രി VN വാസവൻ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ ഉൾപ്പെടെയുള്ളവർ രാവിലെ മുതൽ ഈ സന്നിധാനത്തുണ്ട്. വിവിധ ഈ പ്രദേശത്തെ MLA മാർ, MP മാർ, പാലക്കാട് MLA VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇന്നു മുതൽ ശബരിമലയിൽ പുതിയ ഉത്സവത്തിൻ്റെ ഒരു രീതി ഒരല്പം മാറുകയാണ്. ഇന്നത്തെ ഈ മകരവിളക്ക് കഴിഞ്ഞാൽ പിന്നെ പ്രധാന ശ്രദ്ധാകേന്ദ്രം അങ്ങ് മാളികപ്പുറമാണ്. മാളികപ്പുറത്ത് നിന്നുള്ള ഘോഷയാത്രയ്ക്ക് തുടക്കം ആകും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിനുവേണ്ടി നായാട്ടുവിളി സംഘം ഉള്ളവർ ഈ ശബരിമല സന്നിധാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട കാഴ്ചയാണ്. ഓരോ ദിവസം ഓരോ തരത്തിലാണ്, ഓരോ ഭാവത്തിലുള്ള അയ്യപ്പൻ്റെ ഘോഷയാത്രയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഘോഷയാത്രയുടെ പ്രത്യേകത. കൊമ്പൻ മീശയുള്ള അയ്യപ്പൻ വരെയുണ്ട് അതിൽ എന്നുള്ളതാണ് അതിലെ ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ച. അങ്ങനെ അവർ ഓരോ ദിവസവും മാളികപ്പുറത്ത് നിന്ന് ഘോഷയാത്ര നടത്തി ഈ 18-ാം പടിക്ക് താഴെ എത്തി നായാട്ടുവിളി നടത്തി മടങ്ങുന്ന സ്ഥിതിയായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ആചാര രീതി ഉണ്ടാകുക. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഈ ശബരിമല സന്നിധാനം പതുക്കെ ഒരു സന്ധ്യയിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ്. ഈ സന്ധ്യയ്ക്ക് വേണ്ടിയുള്ള കാഴ്ചയായിരുന്നു ഈ ശബരിമല സന്നിധാനത്തെത്തിയ കാത്തുനിന്ന മുഴുവൻ ഭക്തരും ഉണ്ടായിരുന്നത്. അങ്ങ് പൊന്നമ്പലമേട് ഉൾപ്പെടെ നമുക്ക് അങ്ങ് കാണാം. ഇപ്പോൾ നിലവിൽ പ്രകാശം പൂർണ്ണമായും ഉള്ളതുകൊണ്ട്, പ്രകാശം മാറാത്തതുകൊണ്ട് പൊന്നമ്പലമേടിൻ്റെ കാഴ്ചയും ദൃശ്യമാണ്. അവിടെ ഒരല്പം കൂടി കഴിഞ്ഞാൽ പതുക്കെ ദീപാരാധന കഴിയുന്നതോടുകൂടി പിന്നീട് അവിടെ ആ കാഴ്ച മങ്ങുന്ന. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.